തന്ത എന്നാ പറഞ്ഞാൽ അവൻ നേരെ എതിര് പറയുക. എന്തോ ചെയ്യും? എടാ ഇങ്ങോട്ട് വന്നില്ലേ എന്നാ ചെയ്യും? നമ്മളൊന്ന് ചിന്തിച്ച്, അങ്ങനൊക്കെ ഒരു വീട്ടിലുണ്ടാകുക എന്ന് പറഞ്ഞാൽ, അപ്പൻ കുടുംബനാഥനല്ലേ? ദൈവം കഴിഞ്ഞാൽ പിന്നെ പിതാവല്ലേ അത് നിയന്ത്രിക്കുന്നേ? ആ അപ്പം പറയുന്ന അനുസരിക്കത്തുമില്ല, അംഗീകരിക്കത്തുമില്ല. എങ്ങനെ ജീവിക്കും? നിങ്ങൾ ആ അപ്പന്റെ മനോവേദന ഒന്ന് ധരിച്ചേ. സ്തോത്രം. അങ്ങനെയുള്ള ആൾക്കാർ ധാരാളം ഉണ്ട്. ചിലയിടത്ത് അമ്മ അങ്ങ് ചേരുകയും ചെയ്യും മക്കളുമായിട്ടേ. മിക്കടത്ത് ഈ ആമ്പിള്ളേരും അമ്മയും കൂടെ ഒരു കേട്ടാ. എല്ലായിടത്തും വല്ല മിക്കടത്തും. സ്തോത്രം. എന്നെ എല്ലാരും അതാ ഞാൻ പറയാനുണ്ട്. അത് മോളോടാന്തേലും മോനോടാന്തേലും കുരുക്ക് പറഞ്ഞു കൊടുക്കരുത്. ആമ്പിള്ളേർ അഥവാ അപ്പനോട് വിരോധമായിട്ടോ അല്ലെങ്കിൽ എതിരായിട്ടോ പറഞ്ഞ അമ്മ അന്നേരം അത് ശാസിക്കണം. അമ്മയെ പറ്റി പെൺപിള്ളാരോ ആമ്പിള്ളാര് പറഞ്ഞപ്പോ അപ്പനും ശാസിക്കണം. അങ്ങനെ വേണം പോകാൻ. ഇല്ലേ? ഇത് ആമ്പിള്ളാരെ അപ്പനെ തല്ലാൻ ട്രെയിനിങ് കൊടുക്കുക. കയറി വരുമ്പോ നീ ആ തുടുപ്പെടുത്ത് ഒറ്റ ഇടി അടിക്കണം. നീ അന്നേരം നാവി നോക്കി കൊടുക്കണം. ഞാൻ അന്നേരം അലറുമ്പോ നാട്ടുകാര് ഓടി വരും. ഓടി വരുമ്പോ നമുക്ക് കയ്യോടെ പുള്ളിയെ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് എന്നെ എല്ലാരും പമ്മിയിരിക്കുന്നേ. അല്ലല്ല, അതല്ല എന്റെ മര്യാദ. തിരിച്ചു അങ്ങനെ. അപ്പം പറയാ, ഞാൻ മുടുക്കത്തിന് പിടിച്ച് ഇടിക്കുമ്പോ നീ പുറകിന്ന് താങ്ങിക്കോണം തള്ളേ. അതാണോ മര്യാദ? അല്ലല്ല. കുഞ്ഞുങ്ങൾക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുക്കണം. വേണ്ടേ? ഇത് കുഞ്ഞിലെ മുതലേ കുരുക്കാ പറഞ്ഞു കൊടുക്കുന്നത്. കുഞ്ഞിലെ മുതലേ കുരുക്ക് വർത്താനം പറഞ്ഞു കൊടുക്കുക. രക്ഷപ്പെടുകയല്ല, രക്ഷപ്പെടത്തില്ല. അവസാനം കിടന്ന് കോഴി. ഞാന് പേരും സ്ഥലവും ഒന്നും പറയുന്നില്ല, പേരും സ്ഥലവും പറയത്തില്ല. ഒരു ബഹുമാന്യ കർത്തൃദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ശുശ്രൂഷകൾക്കായിട്ട് പോകും. ഈ തള്ള മെനയായിരുന്നു. പേരും സ്ഥലവും ഒന്നും പറയത്തില്ല. അപ്പൊ ഞാനിത് പറയുന്നത് ചിലർക്കറിയാം ആരുടെ കാര്യമാണ്. ഈ തള്ള അയാൾ ഒരുങ്ങി ഇറങ്ങുമ്പം കരിയും ചെളിമാരി തേക്കും ജിബായില്. പുള്ളി ഒന്നും മിണ്ടത്തില്ല. അക്ഷരം മിണ്ടുകയല്ല. അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്ന കാലത്തൊക്കെ പറയും, ഞാൻ ശുശ്രൂഷ നിൽക്കുമ്പോഴായിരിക്കും കടന്നു പോകുന്നത്, ഒരു ദിവസം ഞാൻ കിടക്കത്തില്ല. പുള്ളി പറയുമായിരുന്നു, ഞാൻ ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ കടന്നു പോകും. കാരണം കടന്നാലുള്ള ഗതികേട്. നടന്നപ്പം മാരി തേക്കുക, അപ്പൊ പിന്നെ കടന്നാലോ? തങ്കച്ചാൻ അറിയാം, ഞാൻ പിന്നെ ആളാരാന്നറിയാം, പഴയ ആളാ. ഒരു കാത്തിരിപ്പ് യോഗത്തിന് അനേകം ശുശ്രൂഷിച്ചു, അനേക പ്രിയപ്പെട്ടവരെ അഭിഷേകം പ്രാപിച്ചു. ആ ശുശ്രൂഷ കഴിഞ്ഞ് അന്ന് രാത്രി ദൈവസന്നിധി ചേർക്കപ്പെട്ടു. അവസാന തള്ള കടന്ന് കുഴച്ചില് കിടന്നിടത്ത് കിടന്ന് എല്ലാം വാരി തേക്കുകയും വാരി തലമുടിയെ തൂത്ത്. അയ്യോ, അമേത്യന്മാര് തലമുടിയെ തൂത്താ എന്തുവാ രക്ഷ? കിടന്ന് കുഴഞ്ഞാ പോയത്. ഞാൻ അവരെ വിധിച്ചതല്ല, വേറെ ആരെയും വിധിച്ചതല്ല. ഇത് കാണുമ്പോൾ ഞാനും നിങ്ങളും ഒന്നുകൂടെ ക്രമീകരണം വരുത്തിക്കോണം. അതിനാ ഇത് പറഞ്ഞത്. സ്തോത്രം. അതിനാ ഇത് പറഞ്ഞു. ഇതുപോലെ ഒരു അപ്പനുണ്ടായിരുന്നു. സ്വന്തം മക്കള് 8 പേര്, 5 ആണും 3 പെണ്ണും. സ്വന്തം ഭാര്യ, വസ്തുവും വീടും ചുറ്റുപാടും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇയാളത് മുഴുവൻ വിറ്റ് നശിപ്പിക്കുക. പുള്ളിക്ക് ഇങ്ങനെ
എന്റെ അമ്മയുടെ ഭാഷ പറഞ്ഞ ഡർബാർ അടിച്ച് നടക്കണം. അങ്ങനെ ഇരിക്കുമ്പോ മസ്തുതിക്കും. അമ്പലങ്ങളിലെല്ലാം ഇങ്ങനെ അകേറി ഇറങ്ങുക. ഗുരുവായൂരോട് പോയി, കടങ്ങാമ്പുറത്ത് പോയി, മങ്കമ്പി ക്ഷേത്രത്തിൽ പോയി, മാവേലിക്കല്ലോട്ട് പോയി, പിന്നെ എന്ന് വേണ്ടി ഇങ്ങനെ അങ്ങ് പോകും. അപ്പൊ തീരുമ്പോ പിന്നെ ചെന്ന് വിൽക്കും. കിട്ടുന്ന വിലക്ക് വിൽക്കുക. അയാളുടെ പേരിലല്ലേ, ആ ചോദിക്കാനാ. ഈ ഭാര്യയും മക്കളും പറഞ്ഞ് അച്ചാച്ച ഇത് പാടില്ല. വേറെ ഒത്തിരി കാര്യമുണ്ടെല്ലാം പൊതുവെ പറയാൻ കൊള്ളുകയല്ല. ഈ ഇങ്ങനെ അങ്ങ് നടക്കുക. ഒരിക്കൽ ഞാനും കൊച്ചാന്നേലും ഗുണദോഷം പറഞ്ഞു കൊടുത്തു. ഞാൻ കുഞ്ഞാ, അതിനെനിക്കിട്ടൊരു തല്ലും കിട്ടി. മൂത്തവരെ നിയന്ത്രിക്കാനായോ? കാണുമ്പോ നമ്മൾ പറഞ്ഞു പോവല്ലേ. സ്വന്തം ഭാര്യയും മക്കളും പട്ടിണി കിടക്കുക, ഇങ്ങനെ ഡർബാർ അടിച്ച് കിടക്കുക. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. വീട്ടിലെ കാര്യം ശ്രദ്ധിക്കുകയല്ല. കുടിച്ചോ കഴിച്ചോ വല്ല ഉണ്ടോ? ഇയാൾ ഇങ്ങനെ പൂണന്റെ തീറ്റി തിന്ന് ഇങ്ങനെ അങ്ങ് നടക്കുക, കുട്ടമ്പന്നി നടക്കും പോലെ. അവസാനം പറ്റിയ കുഴപ്പം പറയാ, അങ്ങേയറ്റം പറ്റി. ആർക്കും വരാതിരിക്കട്ടെ, ക്യാൻസർ വന്ന് ഈ ഇത്രയും ഭാഗം തുറന്ന് വായിക്കൂടെ വെള്ളം ഇറക്കാൻ പറ്റാതായി, ഇവിടം തുറന്ന് തിരിമുക്കി ഇങ്ങനെ അവസാനം ഈ ഡർബാർ അടിച്ച് നടന്ന ആരുമില്ലായിരുന്നു, ഭാര്യയും പിള്ളേരും ഉള്ളായിരുന്നു. മനസ്സിലായി? അവസാനം ആ ഭാര്യ തന്നെ ശുശ്രൂഷിക്കേണ്ടി വന്നു, ആ പിള്ളേരും ശുശ്രൂഷിക്കേണ്ടി വന്നു. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. സ്തോത്രം. പേര് സ്ഥലം ഒന്നും പറയുന്നില്ല. നമ്മളവരെ വിധിക്കുകയല്ല, അവരെ കുറ്റപ്പെടുത്തുകയല്ല. ഇതൊക്കെ കാണുമ്പോൾ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ക്രമപ്പെടുത്തണം.